കാലിന് വിലക്കുറവായിരുന്നു. രാവിലെ എല്ലാ ദിവസവും അരമണിക്കൂർ കൊടുക്കുന്നത് തടയിട്ടാണ് എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാലിൻ്റെ വിലക്കുറവ് മാറും. അപ്പോൾ ഞാൻ ആദ്യ ദിവസം വണ്ടിക്ക് വന്നു, പിന്നെ നടന്നു തന്നെ എല്ലാ ദിവസവും വന്നത്. എല്ലാ ആശ്വാസമുണ്ട്, എനിക്ക് കുറവുണ്ട്, വിലക്കുറവിനും കുറവുണ്ട്. പക്ഷെ മെഡിക്കൽ വേണ്ടി ചിലപ്പോൾ അടുത്ത് തന്നെയാണ് നല്ല ആശ്വാസം. നടക്കുമ്പോൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേദന കുറച്ച് കുറവുണ്ട്. പൂർണ്ണമായിട്ട് വേണ്ട, എന്നാലും നേരത്തിനേക്കാൾ ബാക്കി ഓരോരുത്തരും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അധ്യക്ഷ വിശിഷ്ട അതിഥികൾ എല്ലാവരും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഫസ്റ്റ് തെറാപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് വരികയും അത് ഞങ്ങളും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളും വരാനുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സൈന സൗജന്യമായിട്ട് നമ്മുടെ കോർഡിനേറ്റർ രാജീവൻ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ പൾസ് തെറാപ്പി താഴെ പറയുന്ന രോഗങ്ങൾ പൂർണ്ണമായ ആശ്വാസം നൽകുന്നു എന്നുള്ളൊരു നോട്ടീസ്. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ മാറും എന്നുള്ള പ്രമേഹം, കുറഞ്ഞ രക്തസമ്മർദ്ദം, കാലുവേദന, മഴവിപ്പ്, പേശിവേദന, നടുവേദന, തളർവാദം, സന്ധിവേദന, തൈറോയിഡ്, കൊളസ്ട്രോള്, അനീമിയ, ഓട്ടിസം, മയോപ്പിയ, പിത്താശയം, കല്ല്, ചർമ്മരോഗങ്ങൾ, മൈഗ്രെയിൻ, ആർത്തവരോഗങ്ങൾ, ഗർഭാശയസ്മ, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, PCOD, PCOS, വന്ധ്യത, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, മലബന്ധം, വൃക്കയിലെ കല്ല്. ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് നെട്ടൂരുള്ള INGC ഓഫീസിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അവസരമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 15-ാം തീയതി ആരും മറക്കരുത്, വരണം നമ്മുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ. നല്ലൊരു കയ്യിൽ കൊടുത്തേ. സന്തോഷത്തിന്റെ കണ്ണീരാണ്, ആനന്ദ കണ്ണീര് നേടിട്ടില്ല. എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴേ സന്തോഷമായിട്ട് നമ്മളാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഷാച്ചറിന്റെ ആദ്യ ദിവസം തന്നെ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഒരു 3 പേര് കൂടി പിടിച്ച് വണ്ടി കൊണ്ടുവരുമ്പോൾ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇറങ്ങാനും വണ്ടിയിൽ കയറാനോ ഒന്നും പറ്റില്ല. വടിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ വടി ഇപ്പൊ ഇല്ല, വടി കുത്തിപ്പിടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. വടി കുത്തിപ്പിടിച്ചാണെങ്കിലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ അതിനുശേഷം 15 ദിവസവും നമ്മളുടെ ഈ തെറാപ്പി ക്യാമ്പിൽ പങ്കെടുത്തയാളാണ്. അതിനെ ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കാം. കാര്യം എന്ന് വെച്ചാൽ അത് തുടർച്ചയായിട്ട് ചെയ്യുന്നതിന്റെ ഗുണം
അദ്ദേഹത്തിന് കിട്ടി. ശരിക്കും വടിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെപ്പിച്ചിട്ട് 3-4 ദിവസം മുമ്പ് എൻ്റെ ഒപ്പം ഇവിടെ കൂടി നടത്തി ഞങ്ങൾക്ക് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നടക്കാൻ പറ്റുന്ന ആളായിരുന്നു. അപ്പൊ അതിൻ്റെ സന്തോഷമാണ് ഇപ്പൊ ഈ കരഞ്ഞത്. എന്നാലും 2 വാക്കുകൾ പറയട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ കൊണ്ട് തന്നെ ഇത്തരം ക്ഷീണങ്ങൾ പിടിപെടുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഒരു മാർഗമാണ് ഇത്. അപ്പോ അദ്ദേഹത്തിന് വന്ന ആ മാറ്റം എന്ന് പറയുന്നത് നിസ്സാരമല്ല, അത് വലിയ റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്ക് എത്തിച്ച ഇവിടുത്തെ സംഘാടകരാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം നന്ദി പറഞ്ഞത്. അതാണ് അതിന്റെ ശരി. ഓക്കെ, എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീണ് 2 കാലിന്റെയും അസ്ഥി ഒടിഞ്ഞു ഒരു 98-ല്. അതിനുശേഷം ഇവിടെ ചതവും ഉണ്ടായിരുന്നു തുടങ്ങി. ഇവിടെ വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിയുന്നതിന് മുമ്പ് ഈ കട്ടിലിൽ നിന്ന് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഇങ്ങനെ നടക്കാൻ പറ്റില്ല എനിക്ക് കൂടുതലായിട്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ 10 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളെങ്കിലും നല്ല ഫലമുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്, നടക്കാനും കൂടുതൽ പറ്റുന്നുണ്ട്. ഈ ചതവ് ഇവിടുത്തെ മസല് ഇടിഞ്ഞുപോയ മസല് ശരിക്കും ഉറക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക്. ഞാനിത് മിഷൻ വാങ്ങിക്കുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മേടിക്കും. വേദിയിലിരിക്കുന്ന വിശുദ്ധ വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, 15 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് ഇടാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 15 ദിവസം എന്നെ സംബന്ധിച്ചുള്ള ഒരു ഉത്സവം പോലെയായിരുന്നു. കാരണം വിവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അവരെല്ലാവരും വരുമ്പോൾ പൾസ് തെറാപ്പിയുടെ പേരിൽ പറഞ്ഞാണ് അവർ വന്നതെങ്കിലും അവരുടെ ഓരോ അനുഭവങ്ങളും ഇവിടെ നിന്ന് പങ്കുവെക്കുകയുണ്ടായി നമ്മളുമായിട്ട്. അപ്പൊ ഈ ഒരു ക്യാമ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും വളരെ ഉപകാരപ്രദമായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത് സംഘടിപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവസ്വനെ പോലെ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ദേവസ്വനോട് ചോദിച്ചായിരുന്നു ഇതൊക്കെ സക്സസ് ആവുമോ? അപ്പൊ ദേവസ്വൻ പറഞ്ഞു മാറ്റങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുമ്പോഴേ അതിനൊരു ബലം കിട്ടുകയുള്ളൂ. ശരിയാണ്, കാലഘട്ടത്തിനനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരളീയ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. കാരണം ഏത് പരിപാടി ചെയ്യുമ്പോഴും അതിന്റെ മുന്നിൽ ഒരു കഠിനാധ്വാനം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ദേവസ്വൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മനുഷ്യരെ ഞാൻ ഇന്നും കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഭയങ്കര വലുതായിരിക്കും. അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഈ 15 ദിവസം നിന്നപ്പോൾ ലാസ്റ്റ് ഡേയില് ഒരു 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾക്ക് ഒരു കൂട്ടായ്മ ലാസ്റ്റത്തെ ദിവസം വേണം, അത് സംഘടിപ്പിക്കണമെന്ന് ദേവസ്വം പറയണ്ടായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ 2 സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് അത് പങ്കിടാമെന്നാണ് വിചാരിച്ചപ്പോഴേക്കും അവിടെ നിന്ന് നിങ്ങളുടെ ആ സമീപനം, കാരണം നിങ്ങൾക്ക് അത്രത്തോളം പ്രയോജനം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇല്ല സൈന അത് വേണ്ട, ഞങ്ങളൊരു 50 രൂപ വെച്ച് തരികയാണ്, അത് വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. അപ്പൊ അന്നത്തെ ദിവസം തന്നെ വന്ന രാജേട്ടൻ അത് ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ഞങ്ങളൊരു 10,000 രൂപയോളം പിരിഞ്ഞു കിട്ടി. ആ 3000 പിരിഞ്ഞു കിട്ടിയിൽ ഞങ്ങളൊരു 2000 രൂപത്തോളം ഇവിടുത്തെ ആ സ്നാക്സിന് വേണ്ടി 2500 രൂപയോളം ആ സ്നാക്സിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 60 പേര് 65 പേരോളം പൈസ തന്നുള്ളെങ്കിൽ അവർ പറഞ്ഞായിരുന്നു. കാരണം ലാസ്റ്റ് മൊമെന്റ്സിൽ വന്നവരായിരുന്നു കുറച്ച് പേര്. അപ്പൊ അവർക്ക് കൂടുതലായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അതിനിടയ്ക്ക് പല പരിപാടികളും വന്നുപോയി നമ്മുടെ അമ്പലങ്ങളിലാണെങ്കിലും ഒക്കെ. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, ഇന്നും എന്നോട് ഒരു അമ്മ ചോദിച്ചായിരുന്നു, വയസ്സായ അമ്മയാണ്, ആ അമ്മ ചോദിക്കുകയാണ് ഇനി അടുത്തെവിടെയാണ് ഈ ക്യാമ്പ് സൈനാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തെവിടെയെങ്കിലും അന്നൊന്നും അറിയിക്കണം സൈന, ഓട്ടോറിക്ഷയുടെ ദൂരം ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് വരാൻ നോക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് ഉണ്ടായ അനുഭവം നമുക്ക് എത്രത്തോളം സുഖം ഉണ്ടായിട്ടായിരിക്കും അവർ ഇത്രയും ഈ പ്രായമായ. അതിലെനിക്ക് എടുത്തു പറയേണ്ട വ്യക്തിയാണ്. 15 ദിവസം വന്നതാണ്. എന്റെ ചിത്ത എന്ന കയ്യിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വീടിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഇങ്ങനെ പറയും ഞാൻ വീഴാമ്പോൾ ഞാൻ വീഴാം. ആ വ്യക്തി ഈ 15 ദിവസം ഈ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട വ്യക്തിയാണ് ഭാനുമതി അമ്മ. ഭാനുമതി അമ്മ ഇന്ന് വരുമ്പോ പറയും. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് പല ഫ്രണ്ട്സ് അമ്പലത്തിൽ ഇതൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ
പറയും, എന്നോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങളുടെ സന്തോഷം ഇരട്ടിയാവണമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അസുഖം മാറുന്നു, മാനസികമായിട്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഞാൻ വരുമ്പോഴേക്കും ആദ്യമൊക്കെ ഞാൻ വന്നിട്ടുന്ന 9:30 മണിക്കാണ്. 9:30 മണിക്ക് വന്നത് 2 ദിവസം. പിന്നെ ഞാനത് 9 ആക്കി. പിന്നെ ഞാൻ തീരാറായി ഒരു 5 ദിവസമായപ്പോൾ ഞാനത് 8 മണിക്കാക്കി. ആ 8 മണിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ ഒരു 3-4 പേര് പ്രസന്റ് ആണ് ഇവിടെ. അത് നമ്മുടെ ബേബി ചേച്ചി, ലാലി ചേച്ചി, സാലി, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവിടെ, മോളി ചേച്ചി, ഇവരൊക്കെ റെഡിയായി ഇരിക്കുന്നതാണ് വരുമ്പോഴേക്കും. അപ്പൊ അവരുടെ അനുഭവം കൂടെ അവർ പറയുന്നുണ്ട്, അതോടൊപ്പം ഒരു ഉത്സവത്തിന്റെ രീതിയിൽ കൊണ്ടാടുകയും ചെയ്യാണ്. അതേപോലെ തന്നെ അതിലെല്ലാം ഉപരി എനിക്ക് പ്രത്യേകം എടുത്ത് പറയാറ് സുധി, അശ്വതി, തൊമ്മൻ, ഇവരെല്ലാവരും തന്നെ ഇതിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇതുപോലുള്ള ക്യാമ്പ്, അതായത് നമുക്കൊരു 2.5 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ പൈസ ഇല്ലാത്ത കുറെ ആളുകളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞിരിക്കുന്ന 2 പെൺകുട്ടികളാണ്. എനിക്കിത് വാങ്ങിച്ചു തരാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ചെറിയ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു അനുഭവം എനിക്ക് ഇന്നലെ ഉണ്ടായത് ഞാനൊന്നുകൂടെ പറയാറുള്ളത്. അതായത് നമ്മുടെ ബേബി മത്തായി ചേട്ടന്റെ ഭാര്യ ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ്, കുട്ടി ഞാൻ 12 ദിവസം വന്നു, പക്ഷെ മത്തായി ചേട്ടൻ ഒരു അവസരം കിട്ടിയില്ല. കാരണം മത്തായി ചേട്ടൻ ഓടി വരുമ്പോൾ ആരെങ്കിലും ആ വിഷയത്തിലുണ്ടാവും. മത്തായി ചേട്ടൻ ഇത്തിരി ക്ഷമാശീലനല്ലാത്ത, അപ്പൊ മത്തായി ചേട്ടൻ തിരിച്ചു പോകും. അപ്പൊ ഇന്നലെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് എഴുന്നേക്കില്ല, മത്തായി ചേട്ടൻ ഇരുത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യും, മത്തായി ചേട്ടൻ നമുക്ക് ഇരുത്താം, ബേബി ചേച്ചി ഇവിടെ നിൽക്കുക, ബേബി ചേച്ചിയുടെ 5 മിനിറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ആ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മത്തായി ചേട്ടൻ അവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരാൾ ഓടി വന്ന് ഇരിക്കാൻ, അയ്യോ ഇതൊന്നും മത്തായി ചേട്ടൻ ഇരുന്നോട്ടെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഓടി വന്ന് മത്തായി ചേട്ടൻ വന്നിരുന്നു. മത്തായി ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ആ ഒരു വൈറ്റ് മെഷീനിലാണ് മത്തായി ചേട്ടൻ ഇരിക്കുന്നത്. അപ്പൊ മത്തായി ചേട്ടന്റെ ഭാവം, ഒരു നിസ്സംഗ ഭാവമാണ് മത്തായി ചേട്ടന്റെ മുഖത്ത്. എനിക്കിത് എഫക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ 99 കേട്ടും മത്തായി ചേട്ടൻ എനിക്കിത് എഫക്ട് ചെയ്യുന്നില്ല. എന്നിട്ട് മത്തായി ചേട്ടൻ കഥ പറയുന്നത്, എന്റെ വീട്ടിലൊരെണ്ണുണ്ട്, അതെനിക്ക് പറ്റുന്നില്ല സൈന. അപ്പൊ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, മത്തായി ചേട്ടൻ നമുക്കൊന്ന് ഈ ബ്ലാക്കിലേക്ക് ഇരുത്താം എന്ന് പറഞ്ഞു. അപ്പൊ മത്തായി ചേട്ടൻ ഉടനെ തന്നെ എന്നാ ശരി എന്നൊന്ന് അതിലിരിക്കുന്നത്. ഒരു 25 ആയപ്പോ മത്തായി ചേട്ടൻ എനിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്, എന്തായാലും ഞാനൊരു വിഷയം വാങ്ങിക്കും. ഇന്നലെ വൈകുന്നേരം തന്നെ മത്തായി ചേട്ടന്റെ അനുഭവത്തിൽ നിന്ന് മത്തായി ചേട്ടൻ ഒരു മിഷ്യൻ വാങ്ങിച്ച്. അപ്പൊ ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിച്ച ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഒരു വലിയൊരു 19,000 രൂപ എന്ന് പറയുന്നത് ശരിയാണ്, ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്നില്ലേ, പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ. നമ്മളുടെ ആജീവനാന്ത കാലം നമുക്കൊന്ന് സുഖമായിരിക്കാൻ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖമായിരിക്കാൻ ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ കൂട്ടായ്മകളോട് അതായത് കുടുംബശ്രീ, മൈക്രോ അങ്ങനെയുള്ളവരൊക്കെ ഒരു മിഷ്യൻ വാങ്ങിച്ച് എല്ലാവരും സഹകരിച്ച് അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ രാജീവ് സാറ്, പിന്നെ ഇവിടെ കൂടിയിരുന്ന അശ്വതി, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടികളിൽ എപ്പോഴും വിശിഷ്ടാതിഥികളായിട്ട് എത്തിയതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, പത്യാലച്ചൻ, നമ്മുടെ ക്ഷേത്രശാന്തി, പ്രമോദ് ശാന്തി, ഇവരൊക്കെ നമ്മുടെ പരിപാടിയിൽ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളുകളാണ്. എത്ര തിരക്കുണ്ടായാലും അവരെല്ലാവരും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ്. അവർക്കെല്ലാം ഞാൻ പ്രത്യേകം ഹാർദമായ നന്ദി അറിയിക്കുന്നു. പരിപാടിക്ക് വരുന്നതിന് മുമ്പ് എന്റെ കൈക്ക് കാലിനൊക്കെ വല്ലാതെ നീരായിരുന്നു. ഇപ്പൊ ഈ പൾസ് പരിപാടിക്ക് വന്നതോട് ഞാൻ വിഷയം വെച്ച് ചെയ്യാൻ തുടങ്ങിയതോട് എന്റെ കാലിന്റെ നീരൊക്കെ മാറി വളരെ ആശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങൾ വിഷയം വാങ്ങിച്ച് വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സംഘാടകർക്ക് ഒരു നന്ദി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ സൗമ്യമായ പെരുമാറ്റം, അതുപോലെ തന്നെ നല്ല ക്ഷമയോടുകൂടെ ഇവിടെ വന്ന് എല്ലാവരോടുള്ള പെരുമാറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നല്ലൊരു ടീം വർക്കായിരുന്നു അവരുടേത്. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ കാലൊന്നും കുളുക്കി ക്ലാസ് വിട്ട് നല്ല നീരുമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ചെയ്തപ്പോൾ ഈ പറഞ്ഞതുപോലെ 20, 30, 40 ഒന്നും വെച്ചിട്ടൊന്നും എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 80 ഒക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാലിന് നല്ലപോലെ പ്രശ്നമുണ്ട്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല കുറവാണ്, വെരിക്കോസ് വെയിനും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു മെഷീൻ മേടിക്കണം. എന്നാലും 9 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കതൊരു നല്ല അനുഭവമായിരുന്നു. മാത്രമല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാനും കുറേ സമയം അടുത്തുള്ള ആളുകളുമായിട്ടൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാനും അവരുടെ അനുഭവങ്ങളൊക്കെ അറിയാനും ഒക്കെയുള്ള ഒരു അവസരമായിരുന്നു. ഒരുപാട് നന്ദി സംഘാടകർക്ക്. ഡിസംബർ 30-ാം തീയതി വേളാങ്കണ്ണി ഒരു ടൂർ പോയിരുന്നു. അപ്പോൾ പോയിട്ട് 2-ാം തീയതി എന്തോ 3-ാം തീയതി തുടങ്ങി എനിക്ക് പനി, യൂറിൻ ഇൻഫെക്ഷനും പനി തുടങ്ങിയിട്ട്
പനി എന്ത് ചെയ്തിട്ട് കുറഞ്ഞില്ല. കുറേ ദിവസങ്ങൾ ഞാൻ മരുന്ന് കഴിച്ചു, കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ പ്രമോദ് കണ്ടിരുന്നു. ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഞാനിത് പങ്കെടുത്തു. അപ്പോൾ പ്രമോദ് ശാന്തി എന്നോട് പറഞ്ഞു, ഈ ക്യാമ്പിൽ പോകും, നല്ലതാണ്, ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസങ്ങളിൽ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം ഞാൻ രാത്രി ഒട്ടും ഉറങ്ങില്ല. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും കഴിക്കണ്ട, കഴിക്കാം. അപ്പോൾ കഴിക്കാത്ത ദിവസം എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഈ ക്യാമ്പിൽ പങ്കെടുത്ത അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ തന്നെ സുഖമായിട്ട് ഉറങ്ങി, ഇന്നലെ വരെ. അപ്പോൾ ആദ്യത്തെ ദിവസം പങ്കെടുത്തതിന് ശേഷം എനിക്ക് അന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ആ അനുഭവം എനിക്ക് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു. നല്ല അനുഭവമാണ്. ഏതായാലും മെഷീൻ മേടിച്ച് തരാമെന്ന് എൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. എനിക്ക് നല്ല ഗുണം കിട്ടിയിരുന്നു. തൊറാപ്പി സംഘടിപ്പിച്ച ഈ കേരളീയത്തിന്റെ സംഘാടകരോട് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്ന, എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് കാലിന് ഉള്ളംകാലിന് ഒരു മരവിപ്പുണ്ടായിരുന്നു. ആ മരവിപ്പുകൾ കുറച്ച് ഇപ്പോൾ ആശ്വാസമുണ്ട്. അതുകൂടാതെ എൻ്റെ ഞരമ്പുകളെല്ലാം അങ്ങോട്ട് താഴ്ന്നു പോയി, ശരീരത്തിലേക്ക് തന്നെ താഴ്ന്നു പോയ ഒരവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ശരിക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടായെങ്കിലും, പക്ഷേ ഈ കൈക്കും ഈ കാലിനും ഈ തെറാപ്പി ചെയ്തതോടുകൂടി നല്ലൊരു ബലം വന്നതുപോലെ മസിലുകളൊക്കെ വെറുതെ ആടി നല്ല കിടക്കണ മാതിരിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഒരു ഇത്തിരി കൂടി ഉറപ്പായ ഒരു ഇതാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇത് നന്നായിരിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു വിഷയം വാങ്ങിച്ചിരിക്കുന്നത്. പുതിയതായിട്ടൊരു വിഷയം വാങ്ങിച്ചു. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടിയൊക്കെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യം വളരെ എളുപ്പത്തിൽ കിട്ടും എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇതിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്താലും മാത്രമേ ഇങ്ങനെയൊക്കെ ആരോഗ്യം തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കാര്യം സാധിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതെല്ലാവരും ഉപയോഗിക്കുന്നതും പിന്നെ മിഷീൻ വാങ്ങാൻ സൗകര്യമുള്ളവരൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കുമെന്നുള്ള ഒരു അഭിപ്രായം ഞാനിവിടെ അറിയിക്കുന്നു. ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാലിന് ഭയങ്കര മരവിപ്പായിരുന്നു, വളരെ വേദന ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മുട്ടുവേദന, മരവിപ്പ്, നടുവേദന, ഇതെല്ലാം ഇപ്പൊ ഇത് ഒന്ന് തുടങ്ങിയതിന് ശേഷം 12 ദിവസം ഇപ്പൊ അടുപ്പിച്ച് ചെയ്ത് 3 ദിവസം വരാൻ പറ്റിയില്ല. ഇപ്പൊ എനിക്ക് വളരെ ആശ്വാസമുണ്ട്. അത് മാത്രമല്ല വെരിക്കോസ് ഉണ്ട് ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്, അതിനൊന്നും വളരെ ആശ്വാസമുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. വെരിക്കോസിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ലോണം കുറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മിഷൻ വാങ്ങിച്ചു. അതിപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വരുന്നതിനും മതി. പക്ഷേ ഹസ്ബൻഡിന് അങ്ങോട്ട് ശരിയായിട്ടില്ല. പുള്ളിക്ക് ഇത് വെച്ചിട്ട് അറിയുന്നില്ല. സീത കൊടുത്തേക്കണം, എന്നാലും അതങ്ങോട്ട് ഏൽക്കുന്നില്ല. ഈ കാലിന് നീരുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കൈക്ക് കുഴപ്പമില്ല, കാലിന് ശരിക്കും എൻ്റെ വീട്ടിൽ പിള്ളേരും അവരവരൊക്കെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലതാണെന്നാണ് പറഞ്ഞത്. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന തിരിച്ച് ബോധിക്ഷേത്ര കല്യാണ മണ്ഡലത്തിലെത്തായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഞാനാണ്. ആദ്യമായിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. ഒരു നല്ലൊരു അനുഭൂതിയാണ്. അപ്പോൾ ഇതിന് ചർച്ചയിൽ പ്രധാനമായിട്ട് ശബ്ദം പോയിരിക്കുകയാണ്. നമുക്കധികം സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുന്നതിൽ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്നവരാണ് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ട ആൾക്കാർ. എങ്കിലും ഞാൻ എൻ്റെ അനുഭവം പറയാൻ ഒരു ദിവസമേ ഇതിൽ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒരു നല്ലൊരു അനുഭൂതിയായിരുന്നു. നല്ല വളരെയേറെ നമ്മുടെ രക്തം ഓടുന്ന നല്ല ഒരു അനുഭവമായിരിക്കും ഈ മിഷൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ ചെറിൽ നടക്കുന്ന പ്രകൃതിയാണ്. നിങ്ങൾ ചെറിൽ നടക്കുമ്പോൾ നടക്കുന്നത് എന്തെങ്കിലും അറിയാൻ നമ്മുടെ ഈ അടിയിലെ ഞരമ്പുകൾ അതിനകത്ത് ശരിക്കും ചവിട്ട് നടക്കുമ്പോൾ നല്ലൊരു അനുഭവമാണ്. ആ ഒരു അനുഭവമാണ് ഈ മിഷത്തിൽ കേൾക്കുന്നത് നമുക്ക് ഉണ്ടാകുന്നത്. കാരണം ഞാൻ എല്ലാ ദിവസവും ഇവിടെ അടുത്തുള്ള ഒരു പൂർണ്ണപ്രദേശ ക്ഷേത്രമുണ്ട്. അവിടെ ചുറ്റിനും മണൽ ഇട്ടേക്കാണ്.
അതിനകത്ത് ഒരു 6 പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് നല്ല അനുഭവത്തോട് പറയാനുള്ളത് കാരണം. അപ്പോൾ അതിൽ നമുക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഭൂജൻ ഈ വിഷയത്തിൽ കയറ്റുന്നുണ്ടാകുന്നത് അതിന് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി കാണുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എനിക്ക്. പ്രകൃതി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ പല രോഗങ്ങളും നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. സംശയമില്ലാതെ നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ കേരളീയ കലാവേദി തന്നെ. അതായത് ഇപ്പോൾ 1924 ആലുവയിൽ വെച്ചിട്ട് മാർച്ച് 3-4 തീയതിയിലൊരു സർവമത സമ്മേളനം നടത്തുകയുണ്ടായി. അത് എല്ലാ മതപണ്ഡിതന്മാരെയും വിളിച്ചുകൊണ്ടായിരുന്നു ആ സമ്മേളനം നടന്നത്. അപ്പം മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. പല മതക്കാരുണ്ടെങ്കിൽ മതക്കാർക്ക് പല മതക്കാർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അതിൽ തെളിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല മതസാരവും ഏകം എന്ന പോലെ, അതായത് എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. അതായത് അവരുടെ രോഗങ്ങൾ മാറുക, അവർക്ക് നന്നായിട്ട് ജീവിക്കുക, അവരുടെ ഭക്ഷണം കിട്ടുക. അതാണ് മലയാളത്തിൽ ചെറുതായിട്ട് പറഞ്ഞാലുണ്ടാകുന്ന. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം നല്ലൊരു സ്വസ്ഥമായുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതം ധന്യമാക്കുക. അതിന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കുക, അയൽവാസികളൊക്കെ നന്നായിരിക്കുക, അവർക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ടാകുക. അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ആവശ്യം. അപ്പോൾ ആ മതസമ്മേളനത്തിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ കേരളം എല്ലാവരെയും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ഇത്രയും കാലത്തെ പരിചയങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മതസ്ഥരും ഈ പ്രവർത്തനത്തിൽ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശ ശുദ്ധി എന്നുള്ളത് നന്നായിട്ട് ജീവിക്കുക, ഒരു രോഗിയല്ലാതെ നമ്മൾ ജീവിക്കാൻ കഴിയുക. അതിനുള്ള അവസരം ഉണ്ടാക്കുക. ഈ കേരളീയ കലാവിധി എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല. അതിൽ പ്രവർത്തിച്ച എല്ലാവരെയും പേരെന്ന് പറയുന്നത് എല്ലാവർക്കും അതിൻ്റെതായ ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് മിഷനൊക്കെ വന്ന് പ്രവർത്തിച്ചവർ അവർ ഈ 15 ദിവസമായിട്ട് 15 ദിവസം ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ക്ഷണിക്കുന്നു. നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഫാദർ, പൂജാരി, അതുപോലെ എല്ലാവരും ഒരുമിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പും ഈ സമ്മേളനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും. ആദ്യ ദിവസം നമുക്കറിയാം അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ ഈ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ കേരളീയ കലാവേദിയുടെ പ്രസിഡന്റ് തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിന്നത്. ശരിയല്ല? കാരണം വേറൊന്നുമല്ല, ഈ പൾസ് തെറാപ്പി ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോ ഇതെന്താണെന്ന് അറിയാതെ ഇതിലേക്ക് ഇറങ്ങി നിന്നതിന്റെ ഒരു ആശങ്കയാണ് ആദ്യം ഉണ്ടായിരുന്നത്, അല്ലെ? ശരിയാണ്. അതുപോലെ തന്നെ ആദ്യമായി കേൾക്കുന്നവരും ആദ്യമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർക്കും ആശങ്ക തന്നെയായിരുന്നു. ഒരാശങ്കക്കും വഴിയില്ലാതെ ഇവിടെ എൻ്റെ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏവർക്കും ഇത് പ്രയോജനം ചെയ്യണമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച നമ്മുടെ ദേവസ്യ സാറ്, അദ്ദേഹത്തിനാണ് ശരിക്കും നിങ്ങൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കേണ്ടത്. കാരണം ഇപ്പൊ നമുക്കറിയാം, തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു സമാജത്തിന്റെ നവോദയ പുലയ സമാജത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചത്. അവിടെ 15 ദിവസത്തെ ക്യാമ്പിന്റെ ഇടയിൽ ദേവസ്യ സാറ് അവിടെ വന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയും അതിന്റെ ഗുണങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് ഈ ക്യാമ്പ് വേണം, വളരെ അടുത്ത് ക്യാമ്പ് നടത്താനായിട്ട് അനുവാദമില്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ അത് ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത് ദേവസ്യ സാറിന്റെ ആ ഒരു പ്രയത്നവും ആ ഒരു ശുഷ്കാന്തിയും നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ നടത്താനായിട്ട്. അപ്പൊ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവിടെ പങ്കെടുത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ പങ്കെടുക്കാൻ പോകുന്നത്. പുതിയതായിട്ട് ആൾക്കാർ കുറവായിരിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ശരിക്കും അദ്ദേഹത്തിന്റെയൊക്കെ അതുപോലെ തന്നെ കേരളീയ കലാവേദിയുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്
പുതിയ ഒരുപാട് ആൾക്കാർ, ഏകദേശം 200-200-നടുത്ത് പുതിയ മെമ്പർമാര് ഇവിടെ വന്ന് പങ്കെടുക്കുകയും ഇതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഇപ്പൊ നമ്മുടെ പരിപാടി, നമ്മുടെ പൾസ് തെറാപ്പി 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പൾസ് തെറാപ്പി പരിപാടിയിൽ പങ്കെടുക്കാത്ത ഒരാളാണ് നമ്മുടെ ഫാദർ. പക്ഷെ പങ്കെടുത്ത ഒരാളെക്കാൾ കൃത്യതയോടുകൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിലും ഇതിനെപ്പറ്റിയുള്ള ജ്ഞാനവും അത് കൂടുതലായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള അറിവും ഹൃദയസ്ഥമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൃത്യമായ കാര്യങ്ങളാണ് വിവരിച്ചത്. ഇപ്പൊ 15 ദിവസം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ സാധ്യതയില്ല എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഡോക്ടർ നമ്മളോട് പറയുന്നത് ജീവിതകാലം മുഴുവനും നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും എന്നാണ്. പക്ഷേ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം മാത്രം ഇതിന്റെ വിദേശത്ത് നിന്ന് വരുത്തിയ മെഷീനാണ് ഉപയോഗിച്ചത്. കൊറിയയിൽ നിന്നും ഇതേപോലെ തന്നെ പൾസ് തെറാപ്പി മെഷീനുകൾ ഇന്ത്യയിൽ വരുത്തിച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പെടുത്ത ഒരു മെഷീനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഇന്ത്യൻ മെയ്ഡാണ്. പക്ഷെ അത്രയും പൈസയൊന്നും മുടക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫലപ്രദമായിട്ടുള്ള അതിനേക്കാളും കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന, നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള മെഷീനാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയി ചെയ്തു തന്നത്. ഇത് ഫാദർ പറഞ്ഞതുപോലെ 15 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല. നമ്മുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ വല്ലപ്പോഴും കൂടിയാണെങ്കിലും ദിവസേനയാണെങ്കിലും നമ്മളിത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ഈ വന്നവരെല്ലാവരും തന്നെ, ഇപ്പൊ നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ, ഇത് നമുക്ക് ഗുണമല്ലായിരുന്നുവെങ്കിൽ ആദ്യ ദിവസം തന്നെ നിങ്ങൾ ഇത് വിട്ടു പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ 15-ാം ദിവസവും ഇതേപോലെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ, ഇത് ഞങ്ങളെ ശ്രവിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ കേരളീയം കലാവേദി പരിപാടി ചെയ്തത് നല്ലതായിരുന്നു എന്നുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. എപ്പോഴും പെട്ടിരിക്കേണ്ടത് കേരളീയം കലാവേദിയോടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ കിട്ടിയതിനേക്കാളും വലിയ സ്വീകാര്യതയാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ചെല്ലടക്കം ഉള്ള ഈ കേരളീയ കലാവേദിയുടെ എല്ലാ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് നല്ല സഹായങ്ങളും നമ്മുടെ അധ്യക്ഷ അഡ്ജസ്റ്റ് ചെയ്യാൻ വേദിയിലേക്ക് കേരളീയ കലാവേദിയുടെ രക്ഷാധികാരിയായി നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്ററായി നമ്മുടെ എല്ലാ ഉപദേശങ്ങളും നിങ്ങൾക്ക് തന്ന് ഇവിടെ സഹകരിച്ച ശ്രീ കോർഡിനേറ്റർ രാജീവ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിയിൽ രാജീവിനോടൊപ്പം നിങ്ങളെ ലീഡ് ചെയ്ത ശ്രീ സുവിശേഷം, അതുപോലെ ശ്രീയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം. പിന്നെ കേരളീയ കലാവേദിയിലെ മറ്റേ എല്ലാ പ്രവർത്തകരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന നാട്ടുകാർക്ക് എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു 3 പേര്, ഒരു പെൺകുട്ടിയും 2 കോർഡിനേറ്ററും, ഒരു പെൺകുട്ടി കോർഡിനേറ്ററും 2 ആണുങ്ങൾ കോർഡിനേറ്ററും ഇവിടെ വന്നു. ഇവിടുത്തെ തിരക്കും നിങ്ങളുടെ സഹകരണവുമാണ് ഒരു പക്ഷേ അവർ പുതിയ 3 മെഷീനും കൂടി കയറ്റി നമുക്കൊരു 6 മണിക്ക് ഇതെല്ലാ ദിവസവും അവസാനിപ്പിക്കാവുന്ന നിലയിൽ ക്രമീകരിച്ചു. അതെല്ലാം നിങ്ങൾ സഹകരിച്ചതിന് ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയുണ്ട്. നമ്മുടെ ഈ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷയായി നിശ്ചയിച്ചിട്ടുള്ളത് കേരളീയം കലാസമിതിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീമതി ജെസ്സി ഷാജിയാണ്. ജെസ്സി ഷാജിയെ സ്നേഹപൂർവ്വം അധ്യക്ഷയോടെ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവർ, കണ്ടെത്തി വിജയിച്ച് 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പാർട്ടി സംബന്ധമായ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിത് പറയുന്നത് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ ശാസ്ത്രം അതിൻ്റെ 1% പോലും മനുഷ്യന് കണ്ടെത്താൻ പറ്റില്ല. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത്, അവിടെ പോകുന്നത് പലതരത്തിലുള്ള ജോലിയെങ്കിലും ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ 1% പോലും മനുഷ്യന് ഉൾപ്പെടാൻ സാധിക്കില്ല. എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മെഡിക്കൽ വിങ്ങിയിലെ ഒരു ഡിഗ്രി കിട്ടിയത് കൊണ്ട് ഈ രോഗങ്ങളെ കുറിച്ചുള്ള സർവ്വവിജ്ഞാനവും ഞങ്ങളുടെ തലയിലുണ്ട് എന്ന് പറയുന്നത് വിഡിത്തമാണ്. ഇവിടെ പലതരത്തിലുള്ള ചികിത്സ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നന്മകളുണ്ട്, അതിലുള്ള സത്യങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് ഒരുപാട് കഷ്ടപ്പെടും. ഒരു ദിവസം നോർത്തിൽ പോയപ്പോൾ വേറൊരു രോഗിയെ കാണാൻ പോയതാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ അവിടെ ഡോക്ടറിനെ കാണാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചെന്താണ്, അപ്പോൾ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കോൺവെന്റ് ചേരാനുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. 2-3 വർഷമായി മരുന്ന് കഴിക്കുന്നത്, എന്നിട്ട് മാറുന്നില്ല, കുറയുന്നില്ല. അതുകൊണ്ട് കോൺവെന്റിൽ നിന്ന് പറഞ്ഞു വിടണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എന്നോട് പറയുന്നത്. ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ പോയി കോൺവെന്റിൽ പോയിട്ട് എന്നോട് വിളിക്കാൻ പറഞ്ഞത്. അവരെന്നെ വിളിച്ച് ഈ ഒരു സാധനം 7 ദിവസം ചെയ്യാൻ പാടില്ല. 7 ദിവസം നിസ്സാര സാധനമാണ്, അത് പറയുന്നില്ല, എന്ന് പറയാൻ പാടില്ല. തൈറോയിഡ് 7 ദിവസം ചെയ്യാൻ പാടില്ല. 7 ദിവസം ചെയ്ത് റിസൾട്ട് കിട്ടി. ആ റിസൾട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അന്താളിക്കൽ ഇത്രയും നാളുകളായിട്ട് ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല. വളരെ അത്ഭുതപ്പെട്ടു. അപ്പം ഈ പാവ സിസ്റ്റർ പറഞ്ഞ് അത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനൊരു സാധനം പറഞ്ഞു തന്നോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മോളെ സന്തോഷത്തിന് മോളെ മുഴുവനും അപ്രത്യക്ഷം. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ മരുന്ന് കഴിക്കണം കേട്ടോ. നമുക്ക് ഹോമിയോന്റെ മരുന്ന് നല്ല മരുന്നുണ്ട്, ആയുർവേദത്തിൽ വാക്യപഞ്ചറിന്റെ ഇതെല്ലാം വാക്യപഞ്ചർ സെക്ഷനിൽ കേട്ടോ. ഇതൊക്കെ എല്ലാത്തിനും നമ്മൾ ഓരോരുത്തരും നമ്മൾ തീരുമാനിക്കുക. എന്നിട്ട് നമുക്ക് ബോധ്യമുള്ളത് നമ്മളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ബോധ്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. ഹാർട്ടിന് ബൈപ്പാസ് ചെയ്താലേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഓസ്ട്രേലിയ പറഞ്ഞത് പ്രമോദ് സഞ്ജയനോട് പറഞ്ഞ് ശരിയാണ്. എൻ്റെ അടുത്ത് അപേക്ഷയുണ്ട്. നമ്മുടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അവർ റൗണ്ട് അടിക്കുമ്പോൾ പരിചയമുണ്ടായിരുന്നപ്പോൾ അവരവിടെ വന്നിട്ട് എല്ലാവരും പോലീസുകാർ അവരതിലൊരു 5 മിനിറ്റ് തന്നെ കൊണ്ട് ആണ് പോകുന്നത്. കാരണം എല്ലാ പോലീസുകാർക്ക്, പ്രത്യേകിച്ച് ട്രാഫിക് പോലീസിനൊക്കെ അത്യാവശ്യമുള്ളത്. അധ്യാപകർക്ക്, പ്രാസംഗികർക്ക്, ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സർക്കുലേഷൻ അവർ BCM ബ്ലഡ് സർക്കുലേഷൻ മെഷീൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ വേറൊരു ഇത് ഇന്ത്യൻ മേക്കിംഗ് അല്ലേ? ഇല്ല, ഇന്ത്യയാണ്. അത് അതിന് വേറൊരു ഉപകരണമാണത്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ മണലിൽ നടക്കാൻ പറ്റുക, റോഡിൽ കൂടി നടക്കാൻ പോകാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ എവിടെയാണോ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് സ്വന്തം വീട്ടിലിട്ടിട്ട് അയൽവാസികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കാര്യം. എനിക്ക് അവിടെ ഒരു പകൽ വീടുണ്ട്, അവർക്ക് അത് പറ്റിയാണ്. അവർക്ക് എൻ്റെ ഭയങ്കര സന്തോഷമാണ്. അത് കയറി 5 മിനിറ്റ് എന്നാൽ മതി. ഞാനും എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ കിടക്കാൻ പോകുന്നതായിട്ട് 5 മിനിറ്റ് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയി. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവാണ്. ഞാനിവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലും അതിന് ഫലം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പേരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്റ്റോക്ക് വന്നവർക്കൊക്കെ ഈ മെഷീൻ കൊണ്ട് അവർ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇത് ചെയ്യും, ഇത് സൂമാകുന്നത് വരെ. പക്ഷെ എൻ്റെ കാല് ശരിയായിട്ടുള്ളത് അതിന് നീ കിടന്നിട്ട് കൈ അതിനൊരു ഫോഴ്സ് ചെയ്തുകൊണ്ടില്ല. കാരണം അവർക്ക് ഓടിയാണ്. ഇങ്ങനെ നിങ്ങളൊക്കെ ഇതിൽ അനുഭവസ്ഥരായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിലെല്ലാം സർക്യൂട്ടാണ്, ഞരമ്പുകളുടെ സർക്യൂട്ടാണ്.
അതിന്റെ പോയിന്റ്സ് മുഴുവൻ പാദത്തിലും കൈപ്പത്തിയിലും കാതുകളിലും വരും. അപ്പൊ പാദത്തില് നാം കയറി നിൽക്കുമ്പോൾ എല്ലാ പോയിന്റ്സും എല്ലാ സർക്യൂട്ടുകളും ആക്ടിവേറ്റ് ആക്കുകയാണ്, രക്തോട്ടം വർദ്ധിക്കുകയാണ്. രക്തോട്ടം വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ഉഷാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കേരളീയം നടന്നു വന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം അത് വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അങ്ങനെ പല രംഗത്തും പ്രവർത്തിച്ചു വരുന്നു. ഈ ഒരു രംഗം ഇതാണ് വേണ്ടത്. മനുഷ്യന് എന്താണോ ആവശ്യം അതിലേക്ക് കടന്ന് വരിക എന്നുള്ളതാണ് പൊതുപ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. കേരളീയം അതിൽ ഈ ഒരു പ്രസ്ഥാനം നടത്തിയത് കേരളീയത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ രക്ഷാധികാരി കിട്ടാൻ പഠിക്കുന്ന ദേവസ്വത്തിന് സാഹചര്യമാക്കും കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ എല്ലാ വിധത്തിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ എത്തുന്നില്ല, 5 മണിക്ക് നിർത്തേണ്ടതാണ്. ഞാൻ സംതൃപ്തി ഇവിടെ എന്നെ ക്ഷണിച്ചതിലേക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലേക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും നിങ്ങൾ ഈ കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകും. തുടർന്ന് കിട്ടാം. ഇത് 5 ദിവസം കൊണ്ട് നിർത്തരുത്. കുറേ കഴിയുമ്പോൾ വീണ്ടും രക്തോട്ടമൊക്കെ പ്രത്യേകിച്ച് പ്രായം കഴിഞ്ഞ് രക്തോട്ടം കുറയും. ഒന്ന് തള്ളി വിടണം, അല്ലെങ്കിൽ ഷോക്ക് കൊടുക്കണം. എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും ആരോഗ്യന്മാരായിട്ട് പ്രവർത്തിക്കുക. അനുഗ്രഹിക്കട്ടെ.